ഹലോ, നമസ്കാരം. മഴക്കാലം വരുമ്പോഴും മഞ്ഞുകാലം വരുമ്പോഴും നമ്മുടെ പത്രമാധ്യമങ്ങളിലും മറ്റ് ശ്രവ്യ മാധ്യമങ്ങളിലുമൊക്കെ വരുന്ന ഒരു ദുഃഖകരമായ വാർത്തയുണ്ട്. പാൽ നെറുകയിൽ കയറി കുഞ്ഞ് മരിച്ചു. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഓരോരോ വാർത്തകൾ കണ്ടിരുന്നു. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രീയമായ ആരോഗ്യ പ്രശ്നം എന്ന് ഉള്ള ഒരു വിശകലനമാണ് ഈ വീഡിയോയ്ക്ക് പിന്നിലെ പ്രേരകം. ഈ വളരെ കൊച്ചു കുഞ്ഞുങ്ങൾ ഈ പെർഫ്യൂം, തണുപ്പ്, ഹെവി വിൻഡ് ഫ്ലോ ഇത്യാദി കാര്യങ്ങളോട് വല്ലാതെ സെൻസിറ്റീവാണ്. അത്തരം കുഞ്ഞുങ്ങൾ പ്രതികരിക്കുന്നത് മൂക്കടപ്പ് വഴിയും കണ്ണിൽ പഴുപ്പ് വഴിയും ഒക്കെയാണ്. ഈ കണ്ണിൽ പഴുപ്പ് വരുമ്പോൾ സാധാരണ നമ്മുടെ നാട്ടിൽ രീതി അനുസരിച്ച് തലയ്ക്ക് ചൂട് വന്നിട്ടാണ് കണ്ണിൽ പഴുപ്പ് വരുന്നത് എന്നുള്ളൊരു ധാരണയിൽ തലയിൽ ഒരുപാട് എണ്ണ പൊത്തി കുളിപ്പിക്കാറുണ്ട്. ഇത്തരത്തിൽ എണ്ണ പൊത്തി കുളിപ്പിക്കുമ്പോൾ ഈ കണ്ണിൽ വരുന്ന പഴുപ്പിൻ്റെ ആധിക്യം കൂടുകയും ചെയ്യും. ഇതിൻ്റെ പിന്നിലെ കാര്യം, കണ്ണിൽ നിന്ന് മൂക്കിലോട്ട് ഒരു നേസോ ലാക്രിമൽ ഡക്റ്റ് തുറക്കുന്നുണ്ട്. ഈ നേസോ ലാക്രിമൽ ഡക്റ്റ് മൂക്കടപ്പ് വരുമ്പോൾ അഡിനോയിഡ് വീങ്ങിയിട്ട് ബ്ലോക്കാവും. ഇത്തരത്തിൽ ആണ് ഈ കണ്ണിൽ സെക്കൻഡറി ആയിട്ട് പസ് ഫോം ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു കണ്ണ് ചെറുതായതുപോലെയും തോന്നും. ഇതിന് പിന്നിൽ മറ്റു ചില കാര്യങ്ങളിലൂടെ ഉണ്ട്. പെർഫ്യൂം അടിക്കുന്ന അമ്മ അല്ലെങ്കിൽ മറ്റ് ആരെങ്കിലും ബന്ധുക്കൾ ഈ കുഞ്ഞ് കിടക്കുന്ന മുറിയിൽ നിരന്തരം കയറി ഇറങ്ങുകയും, അല്ലെങ്കിൽ കാർ ഫ്രഷ്നർ വെച്ച കാറിൽ യാത്ര ചെയ്യുകയും, അല്ലെങ്കിൽ AC ഉള്ള റൂമിൽ റൂം ഫ്രഷ്നർ വെച്ചിരിക്കുകയും, പെർഫ്യൂം പൂശിയവർ കൊച്ചിനെ എടുത്ത് തോളിലിടുകയും പൗഡർ പഫ് വെച്ചിട്ട് കൊച്ചിനെ പറത്തി പുറത്തിട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ കൊച്ചിന് ഈ അഡിനോയിഡ് വീങ്ങി മൂക്കടപ്പ് വരാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റൊരു കാര്യം, ഈ തലയിൽ ഒരുപാട് എണ്ണ വയ്ക്കുന്നത് കൊണ്ടും തണുത്ത വെള്ളത്തിൽ ഒരുപാട് നേരം ഈ തലയിൽ ചൂട് കയറിയിട്ടാണെന്ന് പറഞ്ഞ് കുളിപ്പിക്കുന്നതും ഒരു കാര്യമാണ്. വേറൊരു കാര്യം, ഈ ആർദ്രതയുള്ള വായു ഒരുപാട് ബ്രീത്ത് ചെയ്യുന്നത്, അതായത് ഈ AC-യുടെ തണുപ്പ്, ഈ തണുത്ത കാലാവസ്ഥയിൽ ഫാൻ വെച്ചിട്ട് കൊച്ചിൻ്റെ മുഖത്തോട്ട് ഫാനിൻ്റെ കാറ്റ് ഒരുപാട് ബ്ലോ ചെയ്യുന്നത് ഒക്കെ വിഷയമാണ്. ഈ അപകടം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ, ഇത്തരത്തിൽ മൂക്കടയുമ്പോൾ കുഞ്ഞ് വാവഴി ശ്വാസം പിടിക്കും. രാത്രി ഈ വാവഴി ശ്വാസം പിടിച്ചാലും വാ ഡ്രൈ ആവുന്നത് കൊണ്ട് കുഞ്ഞ് ഉണർന്ന് വല്ലാതെ കരയും. അപ്പോൾ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന അമ്മ കുഞ്ഞ് വിശന്നിട്ടാണ് എന്നുള്ള ഒരു ധാരണയിൽ ബെഡിൽ കിടത്തി തന്നെ ഫീഡ് ചെയ്യും. ഇത് ബോട്ടിൽ ഫീഡിങ് ആണെങ്കിൽ കൂടുതൽ പ്രശ്നം ഗുരുതരമാവും. കാര്യം, ഗ്രാവിറ്റി ഫ്ലോ അല്ലാതെ തന്നെ കുടുകുടാ പാലിറങ്ങി ചെല്ലുകയും കുഞ്ഞിനത് വിഴുങ്ങാൻ പറ്റാതെ വരികയും ചെയ്യുമ്പോൾ ലങ്സിലോട്ട് പാല് പോവുകയും അത് ഒരു ആസ്പിറേഷൻ ന്യൂമോണിയ പോലെ വന്നിട്ട് അസ്ഫിക്സിയ വന്ന് കുഞ്ഞ് അത്യാഹിതത്തിലേക്ക് പോവുകയും ചെയ്യും. മറ്റൊരു കാര്യം, മുലപ്പാലായാൽ പോലും ഇത് ലങ്സിലോട്ട് വഴിതെറ്റി ഈ പാല് പോയി ഓക്സിജൻ എക്സ്ചേഞ്ച് തടയപ്പെടുന്നതാണ് ഈ കുഞ്ഞിൻ്റെ മരണകാരണം. ഇത് ഈ വാർത്തയിൽ മറ്റൊരു തലക്കെട്ടിൽ വരുമ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള കാര്യം ആരും പരിഗണിക്കാറില്ല, ആരും അറിയാറും ഇല്ല. ഇതിന് വാൽകഷ്ണമായി മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇത്തരത്തിൽ മൂക്കടപ്പ് വരുമ്പോൾ വലിയവർക്ക് ഉപയോഗിക്കുന്ന ചില മൂക്കിലൊഴിക്കുന്ന നേസൽ ഡ്രോപ്പുകൾ കുഞ്ഞുങ്ങൾക്കും എടുത്ത് ഒഴിച്ചു കൊടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്തരം പല മരുന്നുകളും മൂക്കിലൊഴിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ പാടില്ല എന്നുള്ളതാണ് വാസ്തവം. അതിൽ സലൈൻ നേസൽ ഡ്രോപ്പുകൾ ഒഴികെ മറ്റെല്ലാ മരുന്നുകളും പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്നുള്ളതും അറിയുക.